أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا. وأنهم ظنوا كما ظننتم أن لن يبعث الله أحدا. وأنا لمسنا السماء فوجدناها ملئت حرسا شديدا وشهبا. وأنا كنا نقعد منها مقاعد للسمع فمن يستمع الآن يجد له شهابا رصدا. وأنا لا ندري أشر أريد بمن في الأرض أم أراد بهم ربهم رشدا. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ജിന്നിലെ 6 മുതൽ 10 കൂടി ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്ന്. വഅന്നഹു കാന, തീർച്ചയായും ഉണ്ടായിരുന്നു, റിജാലും മിനൽ ഇൻസി, മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ, യഊദൂന, അവർ ശരണം തേടാറുണ്ടായിരുന്നു, അഭയം തേടാറുണ്ടായിരുന്നു, ബിരിജാലിൻ മിനൽ ജിന്ന്, ജിന്ന് വർഗത്തിൽപ്പെട്ട ചില ആളുകളോട്. ഫസാദൂഹും റഹഖാ, എന്നാൽ അത് അവരിൽ, ആ ജിന്നുകളിൽ അതിക്രമം മാത്രമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ജിന്ന് വർഗത്തിൽപ്പെട്ട ചില ആളുകളോട് മനുഷ്യവർഗത്തിൽപ്പെട്ട ചില ആളുകൾ അഭയം തേടാറുണ്ടായിരുന്നു, ശരണം തേടാറുണ്ടായിരുന്നു. പക്ഷേ അത് ആ ജിന്നുകളിൽ അതിക്രമം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. വഅന്നഹും ലന്നു കമാ ലനൻതും. വഅന്നഹും ലന്നു, തീർച്ചയായും അവർ വിചാരിച്ചു, കമാ ലനൻതും, നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ, അല്ലൻ യബഅസ് അല്ലാഹു, അള്ളാഹു ദൂതനായി അയക്കുകയില്ല എന്ന്, അഹദൻ, ആരെയും. നിങ്ങൾ വിചാരിച്ച പോലെ അവരും വിചാരിച്ചത് അള്ളാഹു ദൂതനായിട്ട് ആരെയും അയക്കുകയില്ല എന്നാണ്. വഅന്നാ ലമസ്ന സമാഅ ഫവജദ്നാഹാ മുലിഅത് ഹറസൻ ശദീദൻ വശുഹുബ. വഅന്നാ ലമസ്ന സമാഅ, ഞങ്ങൾ ആകാശത്ത് നിന്ന് അന്വേഷിച്ചു, അവിടെ ചെന്നന്വേഷിച്ചു. ഫവജദ്നാഹ, അപ്പോൾ ഞങ്ങളവിടെ കണ്ടു, മുലിഅത്, അവിടെ ആകെ നിറഞ്ഞു നിൽക്കുന്നു, ഹറസൻ ശദീദൻ, വളരെ കഠിനമായ, വളരെ ശക്തമായ പാറാവുകാരൻ, വശുഹുബ, അതേപോലെ തന്നെ തീയമ്പുകളും ഞങ്ങളവിടെ കണ്ടു. ഞങ്ങൾ ആകാശത്ത് ചെന്നു, അവിടെ അന്വേഷണം നടത്തി. അപ്പോൾ ഞങ്ങൾ കണ്ടു, അവിടെ മുഴുവൻ മുലിയത്ത് ഹറസൻ ശദീദൻ, വലിയ പാറാവുകാർ, ശക്തരായ പാറാവുകാർ അവിടെ നിറഞ്ഞിട്ടുണ്ട്. വശുഹുബ, അതേപോലെ തന്നെ തീയമ്പുകളും ഉൾക്കകൾ കൊണ്ടുള്ള ഏറുകളും അവിടെ ആകെ നിറഞ്ഞിട്ടുണ്ട്. വഅന്നാ കുന്നാ നഖഉദു മിൻഹാ, തീർച്ചയായും ഞങ്ങൾ അവിടം ഇരിക്കാറുണ്ടായിരുന്നു, മഖാഇദ, ചില സ്ഥലങ്ങളിൽ, ലിസ്സംഇ, ഒളിഞ്ഞു കേൾക്കാൻ വേണ്ടിയിട്ട്. വഅന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസ്സംഇ, ഞങ്ങൾ അവിടം ചില സ്ഥലങ്ങളിൽ ഒളിഞ്ഞു കേൾക്കാൻ വേണ്ടി, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ ഇരിക്കാറുണ്ടായിരുന്നു.
വമൻ യസ്തമിഇൽ ആന യജിദ് ലഹു ശിഹാബൻ റസ്വദാ. അങ്ങനെയാണെങ്കിൽ ഫമൻ യസ്തമിഇൽ ആൻ, ഫമൻ യസ്തമിഇൽ ആന, ഇപ്പോൾ ആരെങ്കിലും ഒളിഞ്ഞു കേൾക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ യജിദ് ലഹു, അവന് നേരിടേണ്ടി വരും ശിഹാബൻ റസ്വദ, കാത്തിരിക്കുന്ന തീയമ്പിന്, കാത്തിരിക്കുന്ന ഉൾക്ക കൊണ്ടുള്ള ഏറിനെ അവർക്ക് തീർച്ചയായും നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. വഅന്നാ ലാ നദ്രി അശർറുൻ ഉരീദ ബിമൻ ഫിൽ അർളി അം അറാദ ബിഹിം റബ്ബുഹും റശദാ. വഅന്നാ ലാ നദ്രി, ഞങ്ങൾക്ക് തീർച്ചയായും അറിയില്ല, അശർറുൻ ഉരീദ, വല്ല നാശവുമാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, ബിമൻ ഫിൽ അർളി, ഭൂമിയിലുള്ള ആളുകൾക്ക്, അം അറാദ ബിഹിം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഉദ്ദേശിച്ചത് റബ്ബുഹും, അവരുടെ രക്ഷിതാവ്, റഷദൻ, നേർമാർഗമാണോ അല്ലെങ്കിൽ ഗുണമാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. വഅന്നാലാനതിരി, തീർച്ചയായും ഞങ്ങൾക്കറിയില്ല, അശർറുൻ ഉരീദ ബിമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള ആളുകൾക്ക് ഇതുകൊണ്ട് വല്ല ദോഷവുമാണോ വരുന്നത് എന്ന്, അം അറാദ ബിഹിം റബ്ബുഹും റസദ, അല്ലെങ്കിൽ അവരുടെ രക്ഷിതാവ് ഇതുകൊണ്ട് ഗുണമാണോ അവർക്ക് വെച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കറിയില്ല. സൂറത്തുൽ ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്കാദ് ചന്തയിൽ നിന്ന്, അതിൻ്റെ പരിസരത്ത് നിന്ന് നമസ്കരിക്കുന്ന സമയത്ത് ഖുർആൻ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയും അവരതിൽ നിന്ന് സത്യം ഗ്രഹിക്കുകയും അതിനുശേഷം അവരതിനെ സംബന്ധിച്ച് പറഞ്ഞു തുടങ്ങുകയുമായിരുന്നു. മനുഷ്യനും ജിന്നും ഒന്നും അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയില്ല എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത് എന്ന് പറഞ്ഞ ശേഷം അവർ പറയാണ്, മുമ്പൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ, ജിന്ന് വർഗത്തിൽപ്പെട്ട ആളുകൾ, അവരുടെ അടുക്കലേക്ക് മനുഷ്യവർഗത്തിൽപ്പെട്ട ആളുകൾ വരാറുണ്ടായിരുന്നു. എന്നിട്ട് അവരവരോട് രക്ഷ തേടും, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് പോയി ഞങ്ങൾ കുറേ മെച്ചാണ്, ഞങ്ങൾ ഈ മനുഷ്യരെക്കാളൊക്കെ ഉഷാറാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ അതിക്രമങ്ങളിൽ വ്യാപൃതനാവുകയാണ് ചെയ്തത്. കൂടുതൽ അതിക്രമം ചെയ്യുക ആണ് ചെയ്തത്. കാരണം ഞങ്ങളോട് സഹായം ചോദിക്കുന്ന മനുഷ്യർ നമ്മളോട് സഹായം ചോദിക്കുന്നിടത്ത് എത്തിയിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ഇവർ ജിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്ന് അഭയം തേടുന്നത്, അല്ലെങ്കിൽ അവരോട് തന്നെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തേടുന്നത്, അത് അവരിൽ അതിക്രമം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. മാത്രമല്ല, മുമ്പ് ഈ ജിന്നുകളെ സംബന്ധിച്ച് വാനഹും ലന്നു കമാലനെടുത്തു, നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ അവരും ഗ്രഹിച്ചിരുന്നു എന്ത്, അയ്യബാസല്ലാഹ അഹദ, അള്ളാഹു ആരെയും ഭൂമിയിലേക്ക് അയക്കുകയില്ല എന്നാണ് വിചാരിച്ചത്. അതായത് ജിന്ന് വർഗത്തിൽപ്പെട്ട ആളുകൾ മുമ്പും പിന്നെയുമൊക്കെ തന്നെ മനസ്സിലാക്കിയത് മനുഷ്യന്മാരെ പോലെ തന്നെ, നബിയില്ല, പ്രവാചകൻ്റെ ആവശ്യമില്ല, ഞങ്ങളടുത്തേക്ക് ആരെയും അയച്ചിട്ടൊന്നുമില്ല എന്നുള്ള ഒരു രൂപത്തിലാണ്. ജിന്നുകളും അങ്ങനെ തന്നെ. മാത്രമല്ല, ജിന്നുകൾ പതിവനുസരിച്ച് ആകാശത്ത് ചെല്ലാറുണ്ടായിരുന്നു. അവിടെ അന്തേവാസികളുടെ വാക്കുകൾ കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അവരുടെ പതിവായിരുന്നു. സമാ. അങ്ങനെ ആ സമയത്ത് നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ, അടുത്ത കാലങ്ങളിലായിട്ടൊക്കെ ഈ പറഞ്ഞ ജിന്നുകൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് കാണാൻ പറ്റിയ ശക്തമായ കാവൽക്കാരും അതേപോലെ തന്നെ ഉൾക്ക കൊണ്ടുള്ള ഏറുമൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ വഹിയായിട്ട് അറിയിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ വെറുതെ വന്നിട്ട് കാണുക, കേൾക്കുക, എന്നിട്ട് അത് അവരുടെ ഇടയിൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഉൾക്കകൾ കൊണ്ട് അവർക്ക് ഏറ് കിട്ടിയിരുന്നു. അതിനെ സംബന്ധിച്ചാണ് ആ പറയുന്നത്. എന്നിട്ട് പറയാണ്, മുമ്പൊക്കെ ഞങ്ങളവിടെ ചെല്ലാറുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഞങ്ങളവിടെ ഇരിക്കും, അവിടെയുള്ള കാര്യങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പഴയ ആ പതിവ് ഇനി നടക്കൂല.
അതിനുള്ള മുൻകരുതലുകൾ അവിടെ നടന്നിട്ടുണ്ട്. ഒന്നാം ആകാശത്തെ വിളക്കുകൾ വെച്ച് അലങ്കരിച്ചതും ചെകുത്താന്മാരെ എറിഞ്ഞോടിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയതുമൊക്കെ ഖുർആൻ അൽ മുൽക്കിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലായി തന്നിട്ടുണ്ട്. ആകാശത്തുള്ള നക്ഷത്രങ്ങൾ സൃഷ്ടികളുടെ ആരംഭം മുതൽക്ക് തന്നെ അവിടെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഉൽക്കകൾ അഥവാ ഈ സൂര്യനെ പോലുള്ള ഗോളങ്ങളിൽ നിന്ന് കഷ്ണങ്ങൾ പുറത്തേക്ക് തെറിക്കുക, അതും സ്വദേശപരമായി തെറിക്കുകയും അത്തരം വന്നിരിക്കുന്ന ആൾക്കാരുടെ മേലേക്ക് അത് പതിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അവിടെ പിന്നെ പോവാൻ പേടിയായി തുടങ്ങി നടത്തും. എന്നിട്ട് പറയാണ്, വാനാലാനെതിരി, ഞങ്ങൾക്കറിയില്ല അഷറുനുരീത, വല്ല ഷെറുമാണോ ഉദ്ദേശിച്ചത്, ഭീമം ഫില്ലാർദി, ഭൂമിയിലുള്ള ആളുകൾക്ക്, അറാദബിഹിം റബ്ബഹും റഷദ, അല്ല അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വല്ല നേർമാർഗമാണോ കരുതിയത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല എന്ന് പറയാം. ഒളിച്ചിരുന്നുകൊണ്ടുള്ള നമ്മുടെ കേൾവി അത് അടഞ്ഞതുകൊണ്ട് ഭൂമിയിലുള്ള എല്ലാവർക്കും ദോഷമാണോ ഗുണമാണോ അള്ളാഹു ചെയ്തിട്ടുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. ആ ഒരു ധാരണ കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ 10-ാമത്തെ ആയത്ത് അവസാനിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും തൗഫീഖ് മാറട്ടെ. വന്നുപോയ എല്ലാ അപരാധങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരികയും ചെയ്യട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.